ഉപതെരഞ്ഞെടുപ്പ് ശരിക്കും പൊതു തെരഞ്ഞെടുപ്പുമായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ പറ്റുകയില്ല. ഉപതെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു ചെറിയ സ്ഥലത്ത് വളരെ ശക്തമായ പ്രവർത്തനം 2 ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ 3 ഭാഗത്തു നിന്നും നടക്കുന്നു. ജനങ്ങൾ ഒരു തീരുമാനത്തിലെത്തുന്നു. അതിൻ്റെ ഫലം ഇറ്റ് ഈസ് അതേപോലെ തന്നെ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെന്നില്ല, പ്രതിഫലിക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ നമ്മൾ ഈ UDFൻ്റെ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. UDFൻ്റെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല. ഇപ്പോൾ 2021 വലിയ പരാജയം ഉണ്ടാവും. പരാജയത്തെ തുടർന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനവും അതേപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് സ്ഥാനവും ഒഴിയും. തൽസ്ഥാനത്ത് VD സതീശനും K സുധാകരനും വരുന്നു. അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് രണ്ട് തരത്തിലുള്ള പ്രവർത്തനമാണ്, 2 തരത്തിലുള്ള വ്യക്തികളുമാണ്. പക്ഷേ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ്സുകാർ ആത്മവിശ്വാസം വീണ്ടെടുക്കും. ഇതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ്സുകാർക്ക് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് ആത്മവിശ്വാസത്തിൽ പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ആ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുന്നത്. നമ്മളത് ക്രമാനുഗതമായിട്ട് പരിശോധിച്ചാൽ കൃത്യമാണ്. ലിയോ ചോദിച്ച ചോദ്യം ശരിയാണ്. അത് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുള്ളതല്ല പ്രധാനം. UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഏതാണ്ട് കെട്ടുറപ്പോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവർ ആദ്യം തന്നെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുള്ളതല്ല. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് തന്നെ പുതുപ്പള്ളിയിലും ചെയ്തു. എല്ലാവർക്കും അറിയാം ചാണ്ടി ഉമ്മനായിരിക്കും സ്ഥാനാർത്ഥി. എങ്കിൽ പോലും അത് പ്രഖ്യാപനം അന്ന് തന്നെ ഉണ്ടായി. അതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്തു, പാർട്ടിക്കകത്തുള്ളത് പറഞ്ഞു തീർത്തു. നേരത്തെ 19 സീറ്റുണ്ടായിരുന്നു, ഇപ്പോൾ 18 സീറ്റായിട്ട് കുറഞ്ഞു. എങ്കിൽ പോലും 18 സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത് ചെറിയ കാര്യമല്ല. അത് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളി നേരിട്ട് അവർ വിജയിച്ചു. അതും കഴിഞ്ഞ് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് വലിയൊരു അഗ്നിപരീക്ഷണമായിരുന്നു. കാരണം PV അൻവറിനെ മാറ്റി നിർത്തി അൻവർ പറഞ്ഞ ആൾക്ക് സീറ്റും കൊടുത്തില്ല. അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ട്, അൻവറിനെ ധിക്കരിച്ചുകൊണ്ട് നിലമ്പൂർ പോയി ഫൈറ്റ് ചെയ്യാണ്. അൻവറും അത് പേഴ്സണലായിട്ട് തന്നെ ഒരു ഫൈറ്റായിട്ട് എടുത്തു. പക്ഷേ അവസാനം ഇവർ തന്നെ വിജയിച്ചു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിച്ചു. അപ്പോൾ അതൊക്കെ വഴിക്ക് വളരെ ശക്തമായ ഒരു നിലയിലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അതാണ് പ്രധാനം. അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടമാണ് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ്. അവിടെ ഇത് ആവർത്തിച്ചു. അപ്പോൾ ഇനി നിയമസഭയിലേക്കും ഇത് ആവർത്തിക്കാം എന്ന രീതിയിൽ നിൽക്കുകയാണ്. അതാണ് അതിൻ്റെ സംഗതി. സർ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് KPCC അധ്യക്ഷനെ മാറ്റുന്ന ഒരു പ്രക്രിയ കണ്ടു. അതിനെ പൊളിറ്റിക്കലി എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? കോൺഗ്രസ് പാർട്ടിയാണ്, നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്, പല ഘടകങ്ങളുണ്ട്, ഒട്ടേറെ സഭകളുടെ അഭിപ്രായം അവിടെ വലിയ മാറ്ററാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ KPCC പ്രസിഡന്റായി K സുധാകരൻ, നമുക്കറിയാം അദ്ദേഹം ഒരു സെമി കേഡർ സംവിധാനം കോൺഗ്രസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേച്ചർ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കമാൻഡിങ് പവർ നമുക്കറിയാം. അദ്ദേഹത്തിൽ നിന്നും സണ്ണി ജോസഫിലേക്ക് മാറുകയാണ്. ആ ഒരു KPCC പ്രസിഡന്റ് തലപ്പത്തെ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തെ അഴിച്ചുപണിയെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അല്ല, KPCC പ്രസിഡന്റിന് ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം, അനാരോഗ്യം ഒരു വിഷയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഹൈക്കമാൻഡും ഇവിടുത്തെ ലോ കമാൻഡും ഒക്കെ ആലോചിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തെ കൂടി ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കാൻ പറ്റൂ. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ്. രണ്ടാമത്, അദ്ദേഹത്തിന് കേരളത്തിനകത്ത് പുറത്ത് ഒരുപാട് ആരാധകരും അനുയായികളുമുണ്ട്. ഇവരൊന്നും പറഞ്ഞു നിർത്താൻ പറ്റുകയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം മാത്രമേ അദ്ദേഹത്തെ നീക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അദ്ദേഹത്തെ കൊണ്ട് ഇവർ ഒരു വിധത്തിൽ ഒരു അർത്ഥസമ്മതം പറയിപ്പിച്ചു. പിന്നെ പുള്ളിയുടെ കൂടി താല്പര്യം മുൻനിർത്തി സണ്ണി ജോസഫിനെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുപോകും. ഇത്തരം കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു. അതിനുശേഷമാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ ഉണ്ടാകുന്നത്. അതിലും വലിയ വിജയം കൈവരിച്ചു. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നടന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള നാടകങ്ങളൊക്കെ നമ്മൾ കാണാനിടയായത്.